ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലത്തെ പരാജയം പരിശോധിക്കുമെന്ന് PK ശശി പറഞ്ഞു. 12-ൽ 7 സീറ്റ് LDF ജയിച്ചെങ്കിലും CPM-ന് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. CPM-ന്റെ അടിത്തറ ഇളകിയിട്ടില്ലെന്ന വാദം സ്വയം ആശ്വസിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒറ്റപ്പാലത്ത് 4000 വോട്ടിന് ജയിക്കുമെന്ന കണക്കുകൂട്ടൽ ശരിയായിരുന്നു. UDF-ന് ലഭിക്കേണ്ട വോട്ടിൽ 11,122 വോട്ടിന്റെ കുറവുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. മോശമല്ലാത്ത ഇലക്ഷൻ വർക്ക് നടത്തി. പക്ഷേ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് ഒരു 4000 വോട്ടിന് ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് കണക്ക്. ആ കണക്ക് ശരിയായിരുന്നു. അവിടെ ഉണ്ടായ പ്രശ്നം UDF-ൻ്റെ വോട്ടിൽ 12,000-ഓളം വോട്ട്, 11,122 വോട്ട് കുറഞ്ഞുപോയി. 59,707 വോട്ടിൽ നിന്ന് 48,585 UDF-ൻ്റെ വോട്ട് കുറഞ്ഞുപോയി. അപ്പോൾ BJP-യുടെ വോട്ടാകട്ടെ നല്ലതുപോലെ വർദ്ധിച്ചു. 25,000-ൽ നിന്ന് 42,476 വർദ്ധിച്ചു. ഇതാണ് CPM-ൻ്റെ വിജയത്തിലേക്ക് കലാശിച്ചത്. CPM-ൻ്റെ വോട്ടിൽ വർധനവുണ്ടായിട്ടില്ല. CPM-ൻ്റെ വോട്ടിലുണ്ടായിട്ടുള്ള വർധനവ് ഏതാണ്ട് 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ 2021-നേക്കാൾ 9,000-ഓളം വോട്ടുകൾ വർദ്ധിച്ചപ്പോൾ CPM-നുണ്ടായിട്ടുള്ള വർധനവ് കേവലം 503 വോട്ട് മാത്രമാണ്. 503 വോട്ടാണ് CPM-ന് വർദ്ധിച്ചത്. അപ്പോൾ CPM ശക്തിപ്പെട്ടത് കൊണ്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടത് കൊണ്ടല്ല അവിടെ ഈ ഭൂരിപക്ഷം വർദ്ധിച്ചത്. ഈ 26,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് LDF എത്തിയത് UDF-ൻ്റെ വോട്ട് കുറഞ്ഞു പോയതുകൊണ്ടാണ്. അത് UDF ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഞങ്ങൾ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.